കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നാടക പ്രവർത്തകരുടെ സംഘടനയായ കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വർഷം തോറും നൽകിവരാറുള്ള പ്രതിഭാപുരസ്കാരത്തിന് ഇത്തവണ നാടകനടനും സംവിധായകനും സംഘാടകനുമായ വേട്ടക്കുളം ശിവാനന്ദൻ അർഹനായി. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 31 സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് ആദരണീയനായ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ നൽകുകയും ചെയ്തു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വൈക്കൽ മധുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഉമേഷ് അനുഗ്രഹ സ്വാഗതം ആശംസിച്ചു. സിനിമാ നടൻ മധുപാൽ മുഖ്യ അതിഥിയായിരുന്നു. തുടർന്ന് ചലച്ചിത്രനടനും എഴുത്തുകാരനുമായ കൊല്ലം തുളസി മുഖ്യ പ്രഭാഷണം നടത്തി. 2025-ലും 2026-ലും നടന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ സമ്മാനങ്ങൾ ലഭിച്ച സമിതികളെയും വ്യക്തികളെയും ഓസ്കാർ നോമിനേഷൻ ലഭിച്ച വാസു എന്ന സിനിമയിലെ അഭിനേതാവ് പരമേശ്വരൻ കുര്യാത്തിയെയും ആദരിക്കുകയും ചെയ്തു. ഇതില് അംഗങ്ങളായിട്ടുള്ള നാടക പ്രവർത്തകര് അവർ ഉറക്കമൊഴിയുന്ന ആ പൈസ ഈ സംഘടനയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത പൈസയാണ് ഈ 1 കോടിയോളം രൂപ അംഗങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തിട്ടുള്ളത്. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു നാടകം അവതരിപ്പിക്കണമെങ്കിൽ സൗജന്യ നിരക്കിൽ ഒരു ഓഡിറ്റോറിയം കിട്ടാനില്ല. നമുക്ക് തിരുവനന്തപുരത്ത് സർക്കാർ അധീനതയിലുള്ള സർക്കാർ മേൽനോട്ടത്തിലുള്ള നിരവധി ഓഡിറ്റോറിയങ്ങളുണ്ട്. അതൊന്നും ഒരു മിതമായിട്ടുള്ള നിരക്കിൽ നമുക്ക് ലഭ്യമാകുന്നില്ല. കൊല്ലത്ത് രവിപ്പിള്ള എന്ന ആ മഹാൻ ഒരു സ്ഥാപനം നിർമ്മിച്ചിട്ടുണ്ട്. കൊല്ലം സോപാനം 4500 രൂപ കൊടുത്താൽ ഒരു നാടകം അവതരിപ്പിക്കാൻ, ജനറേറ്റ് അടക്കം. അതുകൊണ്ടാണ് കൊല്ലത്ത് നാടകങ്ങൾ നടക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം പട്ടണത്തില് നാടകം അവതരിപ്പിക്കാൻ മിതമായ റേറ്റിൽ ഒരു ഓഡിറ്റോറിയം ലഭ്യമാകുന്നതിനുള്ള സഹായങ്ങളും സഹകരണവും ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് സമ്മേളനം ആവശ്യപ്പെടുന്നു. അവസാന മിനിറ്റിൽ മാത്രം ചേരാമെന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം. ഞാൻ ഇത് പേഴ്സണലി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ചേരാമെന്ന് പറയും, ആ സമയമാവട്ടെ, ഈ സമയമാകട്ടെ എന്ന് പറയുന്നത് അവസാനം വീണ് കഴിയുമ്പോൾ, ഒരാൾ പോലും നോക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, നേരത്തെ പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ, കാല് മുറിഞ്ഞു പോറ്റപ്പെടുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തരത്തിലേക്ക് ബെഡ് റിഡഡ് ആയി പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പലരുടെയും. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചേർന്നില്ല? ഇതേ കാലത്ത് തന്നെയായിരുന്നു ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം പല സിനിമാ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നാടക പ്രവർത്തകർക്കൊന്നും വർക്കുകളില്ലാതെ വന്നിരുന്ന കാലത്ത് കോൺട്രിബ്യൂഷൻ എമൗണ്ട് അടക്കാതിരുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു. ഞാൻ ചെറിയോട്ട് ആദ്യം ചെയ്ത സാധനം ഈ കോൺട്രിബ്യൂഷൻ തിരിച്ചെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. കോൺട്രിബ്യൂഷൻ വലിയ തോതിൽ അടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പല ആൾക്കാർക്കും മെഡിക്കൽ ബെനിഫിറ്റ്സിന്റെ ആവശ്യം വന്നപ്പോൾ, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പൈസ അടക്കാനുണ്ട്. ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പോന്നിട്ടുള്ളത്. കാരണം കുറേ പേരുടെ ഈ ആപ്ലിക്കേഷൻസ് കാണുകയുണ്ടായി. അപ്പം അത് ജൂൺ 30-ന് ശേഷം കംപ്ലീറ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വെക്കുന്നത്. അപ്പോൾ പുതിയ ഭരണകൂടവും പുതിയ ആൾക്കാരും ഒക്കെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടത്. ഇത് ഇന്ന് ഞാനുണ്ടായിരുന്നു, നാളെ വേറൊരാളായിരിക്കും, അതിനടുത്ത വേറൊരാളായിരിക്കും. അപ്പോൾ ഇതൊരു ചെയിനാണ്. അല്ലാതെ എല്ലാ കാലത്തും നമ്മൾ ഉണ്ടാകണമെന്നില്ല, എല്ലാ കാലത്തും ഒരാൾ തന്നെ ആകണമെന്നുമില്ല. അതുകൊണ്ട് ഞാനിന്നിവിടെ വന്നത് ഒരു നാടകക്കാരനായിട്ടല്ല. കാര്യം ഇവിടെ ഉമേഷ് സ്വാഗത പ്രസംഗത്തിൽ ഒരു വാക്ക് പ്രയോഗിക്കുകയുണ്ടായി. എനിക്ക് സാഹിത്യ നാടക അക്കാദമിയിലെ ഗുരുപൂജ പുരസ്കാരം, സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം കിട്ടിയപ്പോഴാണ് ഞാൻ നാടകക്കാരനാണെന്ന് കാര്യം പുള്ളി അറിഞ്ഞതെന്ന്. അപ്പം അതിനകത്തൊരു ചെറിയ ദുസൂചന ഉള്ളതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തെ ഞാൻ കാണാൻ തുടങ്ങി കുറച്ച് വർഷങ്ങളേ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നാടകക്കാരനല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ കൊല്ലക്കാരനാണ്. കൊല്ലം തുളസി, തിരുവനന്തപുരം PO എന്നാണ് എൻ്റെ അഡ്രസ്സ്. ഞാൻ 30 വർഷം കൊല്ലത്ത് കിടന്ന് നാടകം കളിച്ച ആളാണ്. പക്ഷെ എൻ്റെ തുടക്കം ഇവരെ പോലല്ല. ഞാൻ ചെറിയ പ്രായത്തിൽ ബാലനടനായിട്ടും ക്ലബ്ബ് നാടകങ്ങളിലൂടെയും കോളേജ് നാടകങ്ങളിലെയും അമച്വർ നാടകങ്ങളിലെയും പിന്നെ റേഡിയോ നാടകങ്ങളിലെയും ടെലിവിഷൻ നാടകങ്ങളിലെയും പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ കടന്നാണ് ഞാൻ സിനിമയിൽ എത്തിയത്. കൊറോണ കാലത്ത് നാടക നടികൾ പലരും മീൻ കച്ചവടത്തിന് പോയ സംഭവങ്ങൾ എനിക്കറിയാം.
എൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു നാടക നടി കുട്ടിയുമായിട്ട് വന്നു, സ്കൂട്ടറിലെ മീനുമായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നെ പരിചയപ്പെട്ട് അറിയാം. ആ നടി പറഞ്ഞു, വേറെ മാർഗമില്ല ചേട്ടാ, അത്ര കണ്ട് ഗതികേടിലാണ്. നോക്കണേ, ഒരു കലാകാരി ഹൃദയത്തിൽ മൊത്തം സ്നേഹവും ദയവും കാരുണ്യവും വെച്ച് പുലർത്തുന്ന ഒരു കലാകാരി ഗതികേട് കൊണ്ട് മീൻ കച്ചവടം മോശമായെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ട്? സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചില്ല. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നുള്ള വാക്കുകൾ നമ്മളൊരു പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും അത്തരം തൈകൾ വെക്കാറില്ല. നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം, നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് അപ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള എൻ്റെ ഓഫീസിലോട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് എന്താണ് ചെയ്തു തരേണ്ടത്. ഞാൻ അതുപോലെ എന്നോട് പറയുകയായിരുന്നു, സാംസ്കാരിക മേഖലയിൽ തിരുവനന്തപുരത്തിന് 1ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം, എത്തിക്കുവാൻ വേണ്ടി ഒരു ആഗ്രഹം മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. അതിനെന്തും ചെയ്തു തരാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണ്. സംഘടിപ്പിക്കാൻ നിങ്ങൾ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തന്നെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഈ ഇരിക്കുന്ന കലാകാരന്മാരും കലാകാരികളുമായിട്ടൊക്കെ തന്നെ പലരുമായിട്ട് വ്യക്തിബന്ധമുണ്ട്, ഹൃദയബന്ധമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ചരിത്രത്തിൽ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത സഹായം നിങ്ങൾക്ക് ഈ മേഖലയിൽ തരാൻ വേണ്ടി മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണസമിതി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അതിന് ഒറ്റ കാര്യം മാത്രം ചെയ്യണം. നമുക്ക് ഫണ്ട് പരമാവധി നമുക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തിട്ട് നമുക്ക് സമാഹരിക്കാൻ ശ്രമിക്കാം, ഒരുമിച്ച് നമുക്ക് സമാഹരിക്കാൻ ശ്രമിക്കാം. പലതരത്തിലും ഈ മേഖലയിൽ സഹായിക്കാൻ ആൾക്കാരുണ്ട്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.